ഹായ് ഫ്രണ്ട്സ്, ഡെയിലിയുള്ള കാലറി ഇൻടേക്ക് കുറച്ചിട്ട് കാലറി ഡെഫിസിറ്റിലോട്ട് പോയി ഒരു മിനി കട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. രാവിലെ തന്നെ ബോഡി കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. രാവിലെ പല്ല് തേച്ചപ്പോൾ തന്നെ സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അതുകൊണ്ട് നടന്ന് തന്നെ പല്ല് തേച്ചു. അതിനുശേഷം പൊട്ടാസ്യം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തേങ്ങയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഗൈസ് വളരെ കുറച്ച് വെള്ളമാണ് കിട്ടിയത്. കഴിക്കുന്ന എല്ലാ ഭക്ഷണവും പ്രോപ്പറായിട്ട് മെഷർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ജിമ്മിൽ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഡോക്ടേഴ്സ് ചോയ്സിൻ്റെ പ്രോട്ടീൻ ഓട്സ് കഴിച്ചു. ഓട്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യേണ്ടത് ഓർമ്മ വന്നു. പിന്നെ നടന്നായി ഓട്സ് കഴിക്കൽ, മാക്സിമം സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാം, അതാണ് എൻ്റെ ഓരോ ദിവസത്തെ ലക്ഷ്യം. കുറച്ച് നേരം മോൻ്റെ കൂടെ കളിച്ചതിന് ശേഷം ബൈക്ക് കൊടുത്ത് ജിമ്മിലോട്ട് പോയി. ജിമ്മിൽ എത്തിയ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം വെയിറ്റ് നോക്കലാണ്. കാലറി ഡെഫിസിറ്റിലായതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടാതെ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഷോൾഡർ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ലൈറ്റായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റീഹാബ് എക്സസൈസ് ഒക്കെ ചെയ്തു. ഇന്ന് പുഷ് ഡേ ആണ്. വെയിറ്റ് കൂടുതൽ എടുക്കുന്നതിന് പകരം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സ്പീഡ് വളരെ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. കാരണം എത്രയും വേഗം ഇഞ്ചുറി ക്ലിയർ ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടിലോട്ടൊക്കെ കടക്കാൻ പറ്റത്തുള്ളൂ. വർക്കൗട്ടിന് ശേഷം ജസ്റ്റ് ഒന്ന് ബോഡി കണ്ടീഷൻ ചെക്ക് ചെയ്തു. വർക്കൗട്ട് ചെയ്യുന്നത് പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കണ്ടീഷൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വിലയിരുത്തുന്നത്. അതിനുശേഷം വീട്ടിൽ വന്നു, എഗ് വൈറ്റും പുട്ടുമൊക്കെ കഴിച്ചു. പ്രോട്ടീൻ ബോൾ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ ബ്ലേസിൻ്റെ ഐസോ വേ പ്രോട്ടീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഫ്രൂട്ട്സും മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചു. ഈ കഴിച്ച എല്ലാ ഭക്ഷണവും മൈ ഫിറ്റ്നസ് പാളിൽ എൻ്റർ ചെയ്താണ് എല്ലാം ട്രാക്ക് ചെയ്ത് പോകുന്നത്.